സോറി. ആ കുട്ടിയെ കാണുമ്പോ തന്നെ മനസ്സിൽ സങ്കടം തോന്നുക. കവിൻ, ഇനി നീ ഇങ്ങനെ എങ്ങനെ കാണിച്ചാ? ഇനി ഞാൻ ഇങ്ങനെയൊന്നും ചെയ്യത്തില്ല അച്ഛാ. അല്ല, ആ കുട്ടിക്കിപ്പോ എങ്ങനെയുണ്ട്? ഇപ്പോഴും ബോധം തെളിഞ്ഞിട്ടില്ല. എങ്കിലും പേടിക്കാനൊന്നും ഇല്ലെന്നാ ഡോക്ടർ പറഞ്ഞേ. ബോധം വന്നിട്ട് മോളെ നേരെ കണ്ട് ഒരു സോറി പറഞ്ഞിട്ട് പോയാലോ? അയ്യോ വേണ്ടേ. കവിൻ, ഇനി എപ്പോഴെങ്കിലും ഇതുപോലത്തെ അനാവശ്യം നീ കാണിച്ചാ അടിച്ച് നിന്റെ തൊടയിലെ തോലിരിക്കും ഞാൻ. എന്താടാ, പെർഫോമൻസ് ആണോ? ഇല്ലച്ചാ, OF. ഒറിജിനൽ ഫീലിങ്സ്. നടക്ക്, വീട്ടിൽ ചെന്നിട്ട് കാണിച്ചിടാൻ നിന്നെ. വാ. നില കണ്ണു തുറന്നായിരുന്നോ? ഇല്ല വിജി, ഡ്രിപ്പ് കയറിക്കൊണ്ടിരിക്ക. മോളെ, നിനക്ക് എന്തെങ്കിലും പറ്റിയോ? പിന്നെ ഈ അമ്മയ്ക്ക് സഹിക്കില്ലെന്നറിയില്ലേ നിനക്ക്? ഞാൻ ആകെ തളർന്നു പോയി. ഇപ്പൊ പോലും നീ കണ്ണടച്ച് കിടക്കുന്നത് എനിക്ക് കണ്ടോണ്ട് നിൽക്കാൻ പറ്റുന്നില്ല. എല്ലാവരുടെയും ജീവൻ ഉള്ളിലാണെന്നല്ലേ പറയാ. പക്ഷെ എന്റെ ജീവൻ നിന്റെ രൂപത്തിലാ ഉള്ളത്. നീ ഒന്നിനെയും പേടിക്കേണ്ട കാര്യമില്ല. അമ്മ നിന്നെ ധൈര്യത്തോടെയാ വളർത്തുന്നതെന്നാ വിശ്വസിക്കുന്നത്. നീ പേടിച്ചത് കൊണ്ടാ നിനക്കിങ്ങനെ സംഭവിച്ചത്. ഇനിയും നീ പേടിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായ അന്നേരം ഈ അമ്മയെ ഓർത്താ മതി, കേട്ടല്ലോ? വിഷമിക്കാതെ വിജി, നീയുള്ള കാലത്തോളം നിലമോൾക്ക് ഒരു കുഴപ്പവും സംഭവിക്കില്ല. പിന്നെ പറയാൻ മറന്നുപോയി, ആ ചെറുക്കന്റെ അച്ഛൻ നിലമോളെ കാണാൻ വന്നായിരുന്നു. ആരാ? കവിന്റെ അച്ഛനോ? അതെ, ഞാൻ അയാളോട് ചോദിച്ചു, നിങ്ങളുടെ മകനെ ഈ രീതിയിലാണോ വളർത്തുന്നതെന്ന്. നിങ്ങൾ കൂടുതൽ ലാളിക്കുന്നോണ്ടാ അവൻ ഇങ്ങനത്തെ കുരുത്തക്കേടൊക്കെ ചെയ്യുന്നെന്നും അങ്ങനെ വായി തോന്നിയതൊക്കെ ഞാൻ പറഞ്ഞു. അതിന് അയാൾ എന്താ പറഞ്ഞു? എന്തു പറയാനാ, സോറി മാഡെന്ന് ഒരു 10 പ്രാവശ്യം പറഞ്ഞിട്ട് പോയി. കൊച്ചുകുട്ടികൾ ഇതുപോലെ വഴക്കുണ്ടാക്കുന്നത് സാധാരണയാ. നമ്മളാണ് കുട്ടികളെ ശ്രദ്ധിച്ച് വളർത്തേണ്ടത്. അയാളെ കണ്ടപ്പോ മനസ്സിലായത്, അയാളുടെ മോനെ യാതൊരു റെസ്ട്രിക്ഷനും ഇല്ലാതെ വളർത്തുന്ന പോലെയാ തോന്നിയത്. ഒറ്റ മോനാന്ന് തോന്നുന്നു ഇങ്ങനെ കൂടുതൽ കൊഞ്ചിച്ച് വളർത്തുന്നത്. എനിക്ക് ഭയങ്കരമായിട്ട് ദേഷ്യം വന്നു. നല്ല നാല് പറഞ്ഞു ഞാൻ. ശരി വിട് പ്രിയ, നടന്ന കാര്യങ്ങളെ കുറിച്ച് പറഞ്ഞിട്ട് ഇനി ഒരു കാര്യമില്ല. പിന്നെ അയാള് വേറൊരു കാര്യം കൂടി പറഞ്ഞു. അത് കേട്ടപ്പോഴേ എനിക്ക് ദേഷ്യം വന്ന്. എന്താ പറഞ്ഞത്? ഹോസ്പിറ്റൽ ബില്ല് എത്രയാന്ന് എന്നോട് പറ, ഞാൻ അത് അടച്ചോളാന്ന്. എനിക്കത് കേട്ടപ്പോ അരിശു വന്നത്. അതൊക്കെ ഞങ്ങൾ നോക്കിക്കോളാം, നിങ്ങൾ നിങ്ങളുടെ പാട്ടിന് പോകുന്ന മുഖത്തടിച്ച പോലെ പറഞ്ഞു. അയാളെ പറഞ്ഞിട്ട് എന്താ കാര്യം? ആ കുട്ടിയുടെ അമ്മയെ വേണം പറയാൻ. അവന്റെ അമ്മയാ ഈ എല്ലാ പ്രശ്നത്തിനും കാരണം. മോൻ പറഞ്ഞെന്ന് വെച്ച് അവരെ മാസ്ക് ഇട്ട് നിലയെ പേടിപ്പിച്ചിട്ടുള്ളത്. ശരിക്കും വിവരമില്ലാത്ത കൂട്ടരാണെന്നാ തോന്നുന്നത്. ഞാൻ അകത്തേക്ക് കയറി വരുമ്പോ ആ കൊച്ചു ചെറുക്കന്റെ കൂടെ കുറച്ച് വെളുത്ത് നിറയിട്ട് അവന്റെ കൂടെ ഇരുന്നില്ലേ, അവളല്ലേ അത്? ഞാൻ വേറെ ആരോണെന്ന് വിചാരിച്ച മിണ്ടാതെ പോന്നത്. അവളോട് 2 എണ്ണം പറഞ്ഞിട്ട് വരട്ടെ. വിട്ടേക്ക് പ്രിയ, അവരിപ്പോ പോയിട്ടുണ്ടാവും. കുട്ടികൾ തെറ്റ് ചെയ്താ നല്ലത് പറഞ്ഞുകൊടുത്ത് തിരുത്തുന്നവർക്കേ നല്ല അമ്മയാവാൻ പറ്റൂ. പക്ഷെ ഇവിടെ നോക്കേ, മോന്റെ കൂടെ ചേർന്ന് അമ്മയും വികൃതി കാണിക്കുക. ഒരമ്മ തന്റെ മകനെ ഇങ്ങനെയൊക്കെ വളർത്തുന്ന കാണുമ്പോഴാ എനിക്ക് ആകെ അതിശയാവുന്നത്.
ദേ ഇങ്ങോട്ട് നോക്കിയേ. അമ്മ കരയില്ലേ അമ്മേ? ഞാൻ ആകെ പേടിച്ചു പോയി മോളെ. ഇപ്പോഴാ എനിക്ക് പോയ ജീവൻ തിരിച്ചു വന്നത്. അമ്മ സ്ട്രോങ് ആവും അമ്മേ. അമ്മ എന്റെ കൂടെ ഉള്ളപ്പോ എനിക്കൊന്നും വരില്ല. ചിരിക്ക് ചിരിക്കമ്മേ പ്ലീസ്. ഇപ്പോഴാ അമ്മ കാണാൻ സൗന്ദര്യമുള്ളേ. മാഡം, ഒരു 15 മിനിറ്റ് കഴിയുമ്പോ ഡോക്ടർ മോളെ ഡിസ്ചാർജ് ചെയ്യാന്ന് പറഞ്ഞിട്ടുണ്ട്. മെഡിസിൻസ് ഒക്കെ ഫോളോ ചെയ്യണം. ഈ ഡിസ്ചാർജ് സമ്മറിയിൽ ഒന്ന് സൈൻ ചെയ്യണേ. എന്താ? താങ്ക് യു മാഡം. സൂക്ഷിച്ചെനിക്ക്. ശരി, വീട്ടിൽ പോവാം. മിടുക്കിക്കുട്ടി. ഓരോന്ന് ഒപ്പിച്ചിട്ട് ഇരിക്കുന്ന കണ്ടില്ലേ കുട്ടി പിശാച്. നിന്നെ എന്താ പറയേണ്ടത് എനിക്ക് മനസ്സിലാവുന്നില്ല. അങ്ങനെയെങ്കിൽ ഒന്നും പറയണ്ട, വിട്ടേക്കച്ചമ്മേ. ഒടിച്ച് നിന്റെ തർക്കുത്തരം പറയുന്നു. നിന്നെ പഠിക്കാൻ വേണ്ടി സ്കൂളിലേക്ക് പറഞ്ഞയച്ച അവിടെ ചെന്ന് കുട്ടികളുടെ അടുത്ത് കുരുത്തക്കേട് കാണിക്കല്ലേ? പഠിത്തത്തിൽ ഒട്ടും ശ്രദ്ധ കാണിക്കാതെ ആ നിലയുടെ അടുത്ത് കൊമ്പ് കുറക്കല നിന്റെ സ്ഥിരം പരിപാടി. ആ പെൺകുട്ടിക്ക് എന്തെങ്കിലും സംഭവിച്ചിരുന്നെങ്കിൽ അവരുടെ പേരൻസിനോട് എന്ത് സമാധാനാ പറയാ? സ്കൂളിലെ കുട്ടികളോട് പരസ്പരം സന്തോഷമായിട്ട് ഇടപെടകാൻ നിൽക്കാതെ അവരെയൊക്കെ എന്തിനാ നീ പേടിപ്പിക്കാൻ പോകുന്നേ? അച്ഛമ്മേ, ഫസ്റ്റ് നിലയാണ് എന്റെ മേത്ത് റബ്ബറിന്റെ പാറ്റയിട്ട് പേടിപ്പിച്ചത്. അതിന് ശേഷമാണ് ഞാൻ ഒരു പ്ലാൻ ഇട്ടിട്ട് പ്രീതി ചേച്ചിയെ കൊണ്ട് പേടിപ്പിക്കാൻ തീരുമാനിച്ചത്. അയ്യോ, ഇവനെന്നെ പെടുത്തി കളഞ്ഞല്ലോ. നിനക്കിപ്പോ എത്ര വയസ്സായി? 22 ആവുന്നു. 22 ആയല്ലേ? എന്നിട്ട് നീ ഇവന്റെ താളത്തിനൊത്ത് തുള്ളാൻ ശ്രമിക്കുക? അല്ല ആന്റി, അത് പിന്നെ നിനക്കെന്താ അത് മനസ്സിലാവാത്തത്? അവൻ നിന്നോട് അങ്ങനെ പറഞ്ഞാ നീ എന്താ ചെയ്യേണ്ടത്? എന്റെ അടുത്തോ അല്ലെങ്കിൽ മുതിർന്ന ആരുടെയെങ്കിലും അടുത്ത് നീ പറയണം. അത് ചെയ്യാൻ നിൽക്കാതെ മാസ്ക് എടുത്തിട്ട് സ്കൂളിൽ പോയി പേടിപ്പിക്കാൻ നിൽക്കുക. എന്തേലും പറഞ്ഞാ കേക്കണ്ട അച്ഛമ്മേ.